Hello everyone, welcome back to our channel. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ ഹലോ ഐ എം ശില്പ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടണിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇടാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്ന സമയത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് സൈൻ ഇന്നോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന, കാരണം എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരണമെന്നില്ല, പക്ഷേ ചിലവർക്കെങ്കിലും ഈ ഒരു പ്രശ്നം വരാം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറ്റാതിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ള ട്രിക്കാണ് കേട്ടോ, ട്രിക്കല്ല കാര്യമാണ്. നിങ്ങൾ സൈൻ ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റും. എൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എൻ്റെ ഇത് മാത്രമല്ല, എല്ലാവരുടെയും ചാനൽസ് ലൈക്ക് ചെയ്യാനും നല്ല നല്ല ഇൻഫർമേഷൻസ് യൂട്യൂബിൽ നിന്ന് കിട്ടാനായിട്ടും പറ്റും. സോ മറക്കാതെ അത് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കണം. ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യണം. കാരണം ഞാനിടുന്ന എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും റിവ്യൂസും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലാണ് ഫസ്റ്റ് ഉണ്ടാവുക. അപ്പം മറക്കാതെ അവിടെ പോയി ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എൻ്റെ ഇന്നത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ കുറേ നാളൊരു എന്താ പറയുക റിവ്യൂ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ടാണ് കിട്ടുന്നത്. ഇത് ഗ്രീൻബെറി ഓർഗാനിക്സിൻ്റെ ഒരു സൺസ്ക്രീൻ ലോഷനാണ്. അപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് കുറേ അധികം ഡൗട്ട്സ് വരാറുണ്ട്. സൺസ്ക്രീൻ ഉപയോഗിക്കണോ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഏതാണ് നല്ല സൺസ്ക്രീൻ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ മുന്നേയും വൗ സ്കിൻ സയൻസിൻ്റെ സ്പ്രേ വാട്ടർ സൺസ്ക്രീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല അടിപൊളി സൺസ്ക്രീനാണ്. അതിൽ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ ഉപയോഗിക്കണം ഇന്ന് ഞാൻ പറയാം. നമ്മുടെ ഡാർക്ക്നെസ്, സ്കിന്നിൻ്റെ ഡാർക്ക്നെസ്, നമ്മുടെ സ്കിൻ വൈറ്റ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ടേം. പക്ഷേ എന്നാലും ഞാൻ പറയാണ്, നമ്മളൊരിക്കലും എന്താ പറയുക സ്കിൻ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. ഓക്കെ, പിള്ളേർക്കായാലും അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിനിമം ഒരു ഇത്തിരി SPF ഉള്ളതിലെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. കാരണം ഈ നമുക്ക് സ്കിൻ ക്യാൻസറും അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. സോ പിന്നെ ഉപയോഗിക്കുമ്പോൾ നല്ല സൺസ്ക്രീൻസ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മുന്നേ ചെയ്തിട്ടുള്ള സൺസ്ക്രീനും അതുപോലെ തന്നെ നല്ലൊരു സൺസ്ക്രീൻ. ഇത് വന്നിട്ട് ഗ്രീൻബെറി ഓർഗാനിക്സിൻ്റെ സൺസ്ക്രീനാണ്. ഇത് SPF 40+ ആണ്. ഇതൊരു സ്പ്രേ ലോഷനാണ് കേട്ടോ. ഇത് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് കുറച്ചധികം നാളായി. ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇത് ഇത്രയ്ക്കായിട്ടുള്ള സാധനം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 റുപ്പീസാണ്. ഈ ഗ്രീൻബെറി ഓർഗാനിക്സ് എന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, കുറേ കൂടെ ഓർഗാനിക് സ്റ്റഫ്സ് ആണ് പറയുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കില്ലേ, നല്ല വൈറ്റ് ഒരു ലെയർ ഉണ്ടാക്കില്ലേ, ആ ലെയറൊന്നും ഉണ്ടാക്കുന്നില്ല. വളരെ തിന്നാണ്, ജെല്ലി അല്ല. നമ്മുടെ ഓയിലി സ്കിന്നിനൊക്കെ പറ്റിയതാണ്. വാട്ടർ ബേസ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്പ്രേ ആണ്. അപ്പോൾ പിന്നെ എൻ്റെ റേറ്റ് ഞാൻ പറയില്ല, 699 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇടാം. നൈക്കയിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ നൈക്കയിലത്തെ ലിങ്ക് ഇടാം. കാരണം നൈക്കയിൽ ഇപ്പോൾ പിങ്ക് സെയിൽ നടക്കുന്നുണ്ട്, അതായത് 27th വരെ. ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ആവാതെ എനിക്കറിയില്ല, പക്ഷേ ആ സമയത്ത് ഉണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നൈക്കയുടെ ലിങ്ക്സ് ചെക്കൗട്ട് ചെയ്യാൻ എപ്പോഴും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതും കൊടുക്കാട്ടോ ഞാൻ താഴെ. അപ്പോൾ ഇത് വന്നിട്ട് UVA UVB ബോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ PA+++ ആണ്. ഓക്കെ, നല്ല ഒരു പ്രൊട്ടക്ഷൻ തന്നെ ഇത് തരുമെന്ന് 100% ഷുവറാണ്. ഇതിനകത്ത് വാനില ഓയിലും ആർഗൻ ഓയിലും ഷിയ ബട്ടറാണുള്ളത്. ഒരിത്തിരി എക്സ്പെൻസീവ് ആണെന്നെല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ ഉറപ്പ് കയ്യിലെഴുതി ഒപ്പിട്ടുതരാം. അപ്പോൾ എന്തായാലും ഇത് ഫേസിൽ ഉപയോഗിക്കാം, ബോഡിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് തീരും. ഫേസിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. എന്താ പറയുക, ക്ലോഗ് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പലരും പറയും സ്കിന്നിൽ പിമ്പിൾസ് തോന്നുന്നു. അതിൻ്റെ റീസൺ എന്താ അറിയോ, ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പോസിനകത്ത് ഡീപ്പായിട്ട് ചെന്ന് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ക്ലോഗ് ആക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സ്കിന്ന് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും, മേക്കപ്പ് ഇട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുണ്ടെങ്കിൽ എന്തായാലും ഒരു ഓയിൽ ഡബിൾ ക്ലെൻസ് ചെയ്യില്ല. നമ്മൾ ഓയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ബാം വെച്ചിട്ടോ എന്തായാലും ക്ലെൻസ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ ഇട്ടാലും അത് റിമൂവ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം. സ്പ്രേ വന്നിട്ട് ഇതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് പോകുന്തോറും സാധനം ഫുൾ അബ്സോർബായി പോവും. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാധനം, കാണത്തില്ല. ഒരു വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനില്ല. അപ്പോൾ ഇതൊരു നല്ല സൺസ്ക്രീനാണ് നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അതൊരു കുഞ്ഞി റിവ്യൂ ആണ്. ഞാൻ ഈ കുറച്ച് കുട്ടി റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും
ഇതൊരു 120 ml ആണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ റേറ്റൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ തന്നെ പല പല സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് അവരിൽ ഏറ്റവും ഇഷ്ടം കേട്ടോ. ഞാൻ ഗ്രീൻബെറിയുടെ ഒരു ടോണർ ഉപയോഗിച്ചിരുന്നു. എനിക്കതെന്തോ എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടബിളായി തോന്നിയില്ല. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വല്ല പ്രോഡക്റ്റ് റിവ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ബൈ, ടേക്ക് കെയർ.